കേറി വാ തമ്പിച്ചേട്ടാ. എന്റെ മക്കൾ ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടല്ലോ. എവിടെ? സുരേന്ദ്രൻ. സുരേന്ദ്ര ആടാ ഇവിടെ. അച്ഛാ അമ്മ യാത്രയൊക്കെ സുഖമായിരുന്നാ? ഓ നീ എന്താ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്ന്? അതെ അച്ഛാ, ഇവിടുത്തെ മാമനെ ഒരേ നിർബന്ധം, എന്നെ വിളിച്ചോണ്ടിരിക്കായിരുന്നു, നീ വരുന്നില്ലടാ എന്ന് വിളിച്ചു. അപ്പൊ മാമൻ വിളിച്ചേലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിട്ടിയ ട്രെയിനിൽ കയറി ഞാൻ ഇങ്ങ് പോന്നു. ആണോ പിള്ളേ? ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞൊപ്പിച്ച സ്ഥിതിക്ക് ഞാനായിട്ട് ഇനി മാറ്റി പറയുന്നില്ല. ബാലു അപ്പുറത്തുണ്ടല്ലോ. രാംകുമാറേ, അയ്മതി സുഖല്ലേ? സുഖം സുഖം. നീ എവിടുന്ന് പൊത്തിയാടി വരുന്നത്? ഞാൻ അടുക്കളയിൽ പോരും. അടുക്കള നിനക്ക് എന്തോടാ പണി? അടുക്കളയില് പറഞ്ഞ എനിക്ക് എന്ത് പണി? അത് ഞാൻ മാമനെ കാണാൻ പോയി, അങ്ങോട്ട് പോയി. മാമനെ കാണാൻ പോയി. ഞാൻ അടുക്കളയിലൂടെ നിന്നോട് ആരാ പറഞ്ഞു? ആരും പറഞ്ഞില്ല, പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ കാണാൻ പോയി. സുഖം തന്നെ? ശങ്കരൻ തന്നെ. അല്ല ഇവർ രാവിലെ തന്നെ നല്ല പരിവായല്ലോ. നമ്മുടെ രാമകുമാരൻ ഒരു വിദേശിയെ കൊണ്ടുവന്നു. അത് 2 അടിച്ചു. രാമകുമാരൻ അതാര്? അത് ഞാനാണ്. രാംകുമാറാണല്ലോ പേര്, പക്ഷെ അണ്ണ എന്നെ രാമകുമാര എന്നേ വിളിക്കുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ബാലു, നിനക്കെങ്കിലും ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? അച്ഛാ ഞാൻ പല പ്രാവശ്യം പറഞ്ഞാ, ഒന്നാമത് ഞാൻ ഇപ്പൊ പഴയ പോലെ ഒന്നുമല്ല, ആളാകാൻ മാറി. ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം ഇവിടെ ആരും മദ്യപിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കേൾക്കണ്ട്. എടാ എന്നിട്ട് ഇവന്റെ കോലം കണ്ടില്ലേ? അച്ഛാ കട്ടൻ ചായ കുടിച്ച് വെറുതെ ഷോ കാണിച്ച് കിടക്കുകയാണ്. കട്ടൻ ചായ? അപ്പൊ വിദേശിയല്ലേടാ? എടാ മഹാഭായി, ഞാൻ ഒന്ന് ആസ്വദിച്ച് അറിയായിരുന്നു. വിദേശി എന്ന് പറഞ്ഞ് അടിച്ചടിച്ച് നടക്കാലോ എന്ന് വിചാരിച്ചു. നീ അതിനെ തുളച്ചു കളഞ്ഞടാ. എല്ലാരും ഇവിടെ എന്തിനാ അകത്തേക്ക് കയറുവാ? നമുക്ക് അകത്തേക്ക് വല്ലതൊക്കെ കഴിക്കാം. നിങ്ങളെ കാത്തുക്കായിരുന്നു ഇത്ര നേരം. സുരേന്ദ്ര, എന്റെ ബാഗ് വണ്ടി വേണ്ട. നിന്നോട് എടുക്കണമെങ്കിൽ ഞാൻ പറയും, അല്ല എടുത്താൽ മതി. അച്ഛാ അവന്റെ ആഗ്രഹം എടുത്തോട്ട്. വേണ്ട, ഇപ്പൊ നീ എടുക്ക്. അവനെ കൊണ്ട് ഞാൻ പിന്നെ എടുപ്പിച്ചോളാം. ശരി അച്ഛാ. കയറി പോടാ. നമ്മളറിയാത്ത വേറെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛാ ഇതിൽ ബാഗ് ഇല്ലല്ലേ? പറഞ്ഞ പോലെ ബാഗ് ഇല്ലല്ലോ. എടാ സുരേന്ദ്ര, നമ്മളിവിടെ ഒന്നിച്ചു വരാതിരുന്നല്ലേ? അച്ഛാ അപ്പൊ പ്രായമായ ഞങ്ങളെ ഇട്ടിട്ട് നീ തന്നെ ഒറ്റയ്ക്ക് പോകുന്നില്ലേ? എടാ അത് തല്ലുകൊള്ളിത്തരല്ലേ? ആന്നോടാ? അപ്പൊ മനസ്സിലായല്ലോ അത് തല്ലുകൊള്ളിത്തരമാണെന്ന്. നീ അറിഞ്ഞുകൊണ്ട് തല്ലുകൊള്ളിത്തരം കാണിച്ചതുകൊണ്ട് നീ അറിഞ്ഞ് ഒരെണ്ണം തന്നതാ. തന്നില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാകത്തില്ല. ഓടാ സുരേന്ദ്ര. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി വേണം. ശങ്കര ഹലോ, നിനക്കെന്താ അവിടെ പണി? നിന്റെ വല്ല കളഞ്ഞു പോയോ അവിടെ? ഇല്ല. പിന്നെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പരിപ്പ് കഴിച്ചു കഴിഞ്ഞാ ആദ്യം പരിപ്പ് കഴിക്കാം. സാമ്പാർ എന്റെ ഫേവറേറ്റ് ആണ്. ആണോ? അപ്പൊ കുറച്ചുകൂടെ ഇടാം അല്ലേ? ആയിക്കോട്ടെ. ബാലു ഇരുന്നില്ലല്ലോ. ശരിയാണല്ലോ. ബാലു പോയി. പിള്ളേരൊന്ന് പോയി നോക്കിക്കേ. എന്താ നോക്കാൻ? അതിനെന്താ കൊച്ചു കുട്ടിയാ? കൊച്ചുകുട്ടിയാണെ കുഴപ്പമില്ലായിരുന്നു. ഞാനേ ഫോണിൽ വിളിക്കാം. ഫോണിലൂടെ ഇരിപ്പുണ്ട് ബാലുവിന്റെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കിട്ട് വരാം. ഓ വാമന എവിടെ പോയിരുന്നു ബാലു ഇത്ര നേരം? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. എടാ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്ന കണ്ടുകൂടെ? നിനക്ക് വേണ്ടി കാത്തിരിക്കണം ഇവിടെ.
ഞാനേ സത്യം പറ നീ എവിടെ പോയിരുന്നു? എനിക്ക് ആറ്റിന്റെ അവിടെ ഇങ്ങനെ തൊടിയില്ലേ, അജിന്റെ ആറ്റിന്റെ അരികത്തുള്ള അവിടെ സ്ഥലത്ത് ഒരു 5 തേങ്ങ എനിക്ക് മാമ തരാന്ന് പറഞ്ഞു. അത് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ പോയി നോക്കിയത്, ഉണ്ടായിട്ട് നോക്കിയത്. എന്നിട്ട് 5 അവിടെ തന്നെ ഉണ്ടോടാ? 3 തേക്കേ ഉള്ളൂ, ബാക്കി ഇവിടെ പോയി ഇടണം. അയ്യോ ബാക്കി 2 ഓണക്കാലമല്ലേ, വല്ല ബന്ധുക്കളുടെ വീട്ടിലും പോയി കാണും. സദ്യ ഇനി വേണോ? വയറിറങ്ങിട്ടുണ്ടാവില്ലേ? 300 രൂപ മേടി. കഴിക്കടാ മര്യാദ. നീലുവേ എന്താച്ചാ നീയല്ലേ പറഞ്ഞു ഇവനെ കണ്ട് മാറ്റം ഉണ്ടായി എവിടെ മാറ്റം? ഇതാണോ മാറ്റം? മത്തം കുത്തിയ കുമ്പളയും ഒഴിക്കും. എന്താണ് പ്രവർക്കുന്നത്? അല്ല, സാമ്പാറത്തിൽ കുമ്പളയും മത്തം കൂടെ ഇട്ടത് നന്നായിരുന്നു പറയായിരുന്നു. എടാ നീ മിണ്ടാതിരുന്ന് കഴിക്കാൻ. അതല്ല അച്ഛാ പറഞ്ഞത്, മത്തം കുത്തിയ കുമ്പളം മുളക്കോന്നാണ് ചോദിച്ചത്. ഒന്നും കൂടെ കൊണ്ട് വിളിച്ചു. ആദ്യമായിട്ട് നല്ല ഫുഡ് കഴിച്ചില്ല. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. എന്താ? ഒരു ഉരുളവാരിട്ടാവും കായ വെച്ചമ്മ. ഓ നീലുവേ എല്ലാം ഭംഗിയായിട്ടുണ്ട്, വളരെ ഗംഭീരമായിരിക്കുന്നു കേട്ടോ. സത്യം പറയാലോ, നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഓണം മിസ്സായില്ലേ അല്ലേ? സത്യം, എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എല്ലാരും കൂടി ഇങ്ങനെ ചേർന്നിട്ടൊരു ഓണാഘോഷം. ആഹാ, എല്ലാരും ഇവിടെ ഇരിക്കുവാന്നോ? എങ്ങനെ എല്ലാവർക്കും സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടോ? അത് പറയേണ്ട കാര്യമുണ്ടോ? സദ്യ അടിപൊളിയാ, പായസവും സൂപ്പർ. നീ എല്ലാരും കൂടെ അങ്ങോട്ട് തന്നെ വരുന്നത് നേരത്തെ. എപ്പോഴാ പോന്നെ? നമുക്ക് ഉടനെ തന്നെ പോവാം. എന്നാ നിങ്ങൾ ഇരിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അയ്യോ, 2 അമ്മമാരെ പഴയ കഥകളൊക്കെ പറയും, നമ്മളൊക്കെ കേട്ട് എൻജോയ് ചെയ്യട്ടെ. അത് വേണോ ആന്റി? അമ്മമ്മ ദയവ് ചെയ്ത് പഴയ ഓണക്കഥ പറയരുത്, കേട്ട് കേട്ട് മടുത്തു. അതെന്താ പിള്ളേരെ, വയസ്സായവർക്ക് പഴയ ഓണക്കഥ മാത്രമേ ഉള്ളൂ? ഇപ്പൊ സ്ഥിരം പറയുന്ന ക്ലീശ കഥ തന്നെയല്ലേ, പൂ പറിക്കാൻ പോയതും സദ്യ ഒരുക്കിയതും പൂക്കളം ഇട്ടതൊക്കെ തന്നെ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. മിണ്ടായിന് പിള്ളേരെ. അമ്മ പറയാമ്മ പഴയ കഥയൊക്കെ. അമ്മമാര് കേട്ടില്ലേ കുട്ടികൾ പറഞ്ഞത്? ഇവർക്ക് ഇത്ര പാടില്ലല്ലോ അഹങ്കാരം. നിങ്ങൾ പഴയ കഥകൾ എന്തെങ്കിലുമൊക്കെ പറയും, നമ്മൾ കേട്ടിട്ട് എൻജോയ് ചെയ്തോളാം. മോള് സ്നേഹിച്ചല്ലേ കിട്ടിയത്? പിന്നെ നീലും അങ്ങനെ തന്നെയാ കിട്ടിയത്. ഹൈമയോ? ലവ് കം അറേഞ്ച്ഡ് മാരേജ്. ഞാൻ മോടെ പ്രായം. കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്തേ നിങ്ങളുടെ അപ്പൂപ്പന് ഭയങ്കര ദേഷ്യമായിരുന്നു. പൗരുഷം കണ്ടാൽ തന്നെ പേടിയാകും. ചായക്ക് ഇച്ചിരി മധുരം കുറഞ്ഞാൽ തന്നെ ദേഷ്യപ്പെടും. അപ്പം ഞാൻ പുറയിരുന്ന് എന്തെങ്കിലുമൊക്കെ പെറുപെറുക്കും. അപ്പം എന്നെ തിരിഞ്ഞ് ദേഷ്യത്തോടൊരു നോട്ടമുണ്ട്. എന്നിട്ട് ദേഷ്യമൊക്കെ മാറ്റി ഒരു ചിരി ചിരിക്കും. അത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാവോ? ബാക്കി പറയുന്നില്ല, നിങ്ങളുടെ പുച്ഛമൊക്കെ തീർന്നില്ലേ? ബാക്കി കൂടെ പറയാമോ പ്ലീസ്? ഇത്രേ ഉള്ളൂ. അമ്മ ഇതുപോലെ എന്തെങ്കിലും ഒരു കഥ പറ. വയസ്സായവരെ കാണുമ്പോൾ ഇവളുടെയൊക്കെ കളിയാക്കലുണ്ടല്ലോ, അതങ്ങ് തീരട്ടെ. പറമ്മ. നിന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാനൊരു ഒറ്റ തവണയെ നോക്കിയുള്ളൂ. ആപ്പിള് പോലൊരു പയ്യൻ. ഇനിയെങ്ങാനും എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. ഈ കഥ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതിപ്പോ എല്ലാ കാര്യവും നിന്നോട് പറയാൻ പറ്റുമോ? അത് കറക്റ്റാ. അല്ല പറഞ്ഞു. അമ്മ ബാക്കി പറയണേ. ഞാനേ എന്റെ അമ്മയോട് പറഞ്ഞു, ഇക്കണ്ട സ്വത്തല്ല എഴുതി കൊടുത്തിട്ടായാലും വേണ്ടില്ല, എനിക്ക് ആ പയ്യനെ മതിയെന്ന്. പക്ഷെ 5 പൈസ അങ്ങേര് മേടിച്ചില്ല. എന്നെ കെട്ടിയേ എന്റെ കൂട്ടുകാർക്കൊക്കെ അത് കണ്ടിട്ട് എന്തൊരു അസൂയായിരുന്നെന്ന് അറിയാവോ? അതോടുകൂടി എന്റെ അച്ഛന്റെ കഷ്ടകാലവും തുടങ്ങി എന്ന് ഞാൻ പറയുമെന്ന് നമ്മ വിചാരിക്കേണ്ട. ഞാൻ വേണമെങ്കിൽ പറയാം. പറയണോ? വേണ്ട, പറയണ്ട. ഒന്ന് ബാക്കി പറ. കെട്ടി കഴിഞ്ഞ് ബാക്കി ഇപ്പൊ അങ്ങനെ പറയുന്നില്ല. സർപ്രൈസ് ആക്കില്ല, പറയാമൂമ്മ. നേരത്തെ പുച്ഛമായിരുന്നല്ലോ, ഇപ്പൊ മാറിയോ എല്ലാവരുടെയും? കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇതൊക്കെയാണ് ലൈഫ്. ഇപ്പൊ സോഷ്യൽ മീഡിയ, പ്രണയം, ഇവരുടെ ഓപ്പണിംഗ് തന്നെ വിടില്ല. രണ്ടുപേരും ബാക്കി പറഞ്ഞിട്ട് പോയാൽ മതി. ബാക്കി ഇപ്പൊ അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ നെയ്യാറ്റങ്കരയ്ക്ക് വാ, എന്നിട്ട് ബാക്കി അവിടെ പറയാം. ഓ അപ്പൂപ്പ, അമ്മൂമ്മ അടുത്തോടൊന്ന് ചേർന്ന് നിന്ന്. എന്താ നിക്ക്, സൂപ്പർ ജോഡി തന്നെ.
അപ്പൂപ്പനെ ആദ്യമായിട്ട് അമ്മൂമ്മ കണ്ടപ്പോഴേ അമ്മൂമ്മയുടെ മനസ്സിൽ തോന്നി എന്താണെന്നറിയോ? ഈ കാലമാടന്റെ കൂടെയാണല്ലോ ഇനിയുള്ള ജീവിതം എന്നായിരിക്കും. അല്ല ഏ? ആപ്പിള് പോലത്തെ പയ്യന് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നേരെ അങ്ങോട്ട്. പിള്ളേരെ അവിടുന്ന് പറയണ്ടല്ലേ എടി, ഞാൻ നിന്നെ കെട്ടാൻ വേണ്ടി നീ ആലപ്പുഴയും കൊല്ലത്തുള്ള സർവ്വ അമ്പലങ്ങളിലും വഴിപാട് നടത്തി കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടോ. ഇതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? ആർക്കെങ്കിലും പറയണോ? അമ്മനെ എനിക്കൊന്ന് വിസ്തരിച്ച് കാണണം കേട്ടാ. പിള്ളേരെ കയറി നമ്മളെ പോയിക്കോളാം. നിങ്ങൾ അങ്ങോട്ട് ചെന്നേ. ആ, ഞാൻ പോകോളാം. നീ അങ്ങോട്ട് വരണേ. ആ ആ വരണേ. എന്തൊരു കാണാൻ നോക്കി. ഇരുന്നിട്ട് അതിന് എണ്ണിക്കാൻ പറ്റാതിരിക്കണോ? ഒന്ന് പോയ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. നിന്നാ പോരെ? ആ അതെ, കുട്ടികൾക്ക് ഓണത്തിന്റെ ഐതിഹ്യത്തെ പറ്റി ഒരു നിശ്ചയമുണ്ടോ? നിശ്ചയുണ്ട്. അല്ല നിശ്ചയം ഉണ്ടച്ചാ. എങ്ങനെ നിശ്ചയുണ്ട്? അതെ, നിങ്ങൾ മുതിർന്നവർക്ക് നിശ്ചയുണ്ട്, കൊച്ചു ചെറിയ കുട്ടിക്ക് നിശ്ചയില്ല. അതെ, നിശ്ചയുണ്ടോ? ഉണ്ടച്ചാ. എങ്ങനെ നിശ്ചയുണ്ട്? ആര് പറഞ്ഞു തന്നു? ഞങ്ങൾ തന്നെ അവിടെ പഠിപ്പിച്ചത്. ഇതിപ്പോ എന്തായാലും നമുക്കറിയാം, ഇവിടെ വരുമ്പോ ആരെങ്കിലും ചോദിക്കും ഈ മാമേലിയാര് മാമനായിരുന്നൊക്കെ. അപ്പൊ വല്ലതും കഷ്ടകാലത്തിന് അറിയത്തില്ലെന്ന് പറഞ്ഞ അപ്പൊ തുടങ്ങൂല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഓണത്തിനെ പറ്റി എന്തറിയാന്ന് പറഞ്ഞോണ്ട് ഈ കാരണവന്മാരെ സ്ഥിരം പതിവാ കൊച്ചു കുട്ടികളോട് ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ വലിയ ആളാകും. എന്റെ അച്ഛൻ തമ്പിയും എന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണു. ബാലോച്ചനെ, നെയ്യാറ്റിൻകര അപ്പൂപ്പനെ ഇപ്പോഴും ഭയങ്കര പേടിയാന്ന് പറയുന്നതിൽ എന്തൊരു സത്യം ഉണ്ടോ? അശേഷം പേടിയില്ല, പക്ഷെ ആ വലിയ എടുത്താൻ പൊങ്ങാത്ത വലിയ വീഴ്ചയും പിന്നെ ഒരു ആലം കുറയും കാണുമ്പോ ഇച്ചി പേടി അഭിനയിക്ക. പേടിയില്ലേടാ? അച്ഛാ, ഞാൻ പുലർത്തെ ഇങ്ങനെ ഓണത്തിന്റെ കഥകളെ പറ്റി ഐതിഹ്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. നീ കുട്ടികൾക്ക് ഓണത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ ഓണത്തലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോ? നേരത്തെ സുരേന്ദ്രന് ഓണസമ്മാനം കൊടുക്കണോ ഞാൻ കണ്ടായിരുന്നു. എവിടെ നീട്ടിയാണ് വടക്കം ഭാഷ? സത്താഴെ കൂടുതൽ കണ്ടാൽ ഭാഷ മാറും അച്ഛാ. അത് പതിവാ. അങ്ങനെയൊന്നും ഇല്ല. ഒന്നുമില്ല, അവിടെ വെറുതെ മാറണത്. ആ ഇപ്പൊ മര്യാദക്കായി. അച്ഛാ, അച്ഛന് കിടക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? കിടക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ ഇവനും പിള്ളേരും തമ്മിലുള്ള സംസാരം കേട്ടത്. ഇവനെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്താടി ഒരു വഴി? അയ്യോ അച്ഛാ, എന്നെ മാറ്റില്ല അച്ഛാ, നിന്നെ വേറെ കെട്ടിക്കല അച്ഛാ. നിർത്തണം. ചക്കെന്ന് പറയുമ്പോ കൊക്കെന്ന് കേൾക്കുന്നു. അച്ഛാ, ഇതിന് ഇനി മാറ്റാനൊന്നും പറ്റില്ല അച്ഛാ. ഇത് ജീവിതാവസാനം വരെ സഹിക്കണം കേട്ടോ അച്ഛാ. എപ്പ നോക്കിയാലും വാ തുറന്ന് എന്നെ കുട്ടമ്പഴ മോളെ എന്ന് വിളിക്കുള്ളൂ. അമ്മ തിരിച്ച് മാതാമ്മയുടെ മോനെ വിളിക്കത്തില്ലേ? ഞാനെപ്പോ വിളിക്കാൻ ഏത് സമയം അച്ഛനെ വിളിക്കും? ഏത് സമയം അച്ഛനെ വിളിക്കും? ഇല്ല അച്ഛാ, ഞാൻ വിളിക്കാറില്ല അച്ഛാ. വിളിക്കാറില്ലേ? എടാ, എന്തിനാണ് വെറുതെ തന്തേ പറയിപ്പിക്കുന്നത്? മോളെ എന്താ കുട്ടമ്പള ചിരിക്കണത്? എന്നാ മാതാമ്മയുടെ മോനെ നിർത്തിക്കേ. ഓണത്തല്ലിന്റെ ആവശ്യമില്ല ഇപ്പൊ ഇവിടെ. കിടക്കണോ മിസ്റ്റർ മാധവൻ തമ്പിസ്ഥാൻ? കുട്ടമ്പള വിളിച്ച് കിടത്തറി. മോളെ, അച്ഛനൊന്ന് കിടക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ഇപ്പൊ പറയായിരുന്നു മാമന് ഉണ്ട്, വേറെ ക്ഷീണമായിരിക്കും, കൊണ്ട് കിടത്തെ. ആ, അത് കേട്ടപ്പോഴാണ് കിടക്കണമെന്ന് തോന്നിയത്. ഇത് എവിടുന്നടി പൊത്തുകാടി വന്നത്? വാ തുറക്കാൻ വയ്യല്ലേ? നിങ്ങൾ വാ തുറക്കാൻ തന്നാ മതി. തുറക്കാന്നിട്ടോ. തിരുവോണ
കളി അറിയാലോ. ആ കണ്ണു കെട്ടും, ഇവിടെ നിന്ന് അത് അടിച്ചു പൊട്ടിക്കുക. അടിച്ചു പൊട്ടിക്കാം. സിമ്പിൾ ആണ്. കള്ളം പറയല്ലേ? ശ്വാസം മുട്ടണ്ട. പിന്നെ പൊട്ടിക്കും. ഇതെന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? ഇപ്പൊ എന്താ വിളിച്ചത്? കമോൺ തമ്പി, യു ക്യാൻ. അച്ഛന്റെ പേര് പറഞ്ഞാണോ വിളിക്കുന്നത്? അയ്യോ അല്ലടാ, അല്ല അതല്ല വിളിച്ചത്. നമ്മൾ ലച്ചുവിനെ സ്നേഹത്തോടെ തമ്പി എന്നാണ് വിളിക്കുന്നത്. അല്ലേ, തമ്പി എന്നാണ് പറഞ്ഞു കൊടുക്ക്. ലക്ഷ്മിയെ സ്നേഹത്തോടെ ലച്ചു എന്ന് വിളിക്കും. വീണ്ടും സ്നേഹം കൂടുമ്പോ അപ്പന്റെ പേരാണ് വിളിക്കുന്നത്. അയ്യോ സോറി കേട്ടോ. വിട്ടുകളെ പിള്ളേ, ഇപ്പോഴത്തെ രീതികളായിരിക്കും. കുട്ടികളല്ലേ, അവര് വിളിക്കട്ടെ. കമാൻ തമ്പി. തുടങ്ങ്. നമ്മളെ തുടങ്ങി. നേരെ വാ. ഒന്ന് കിടക്ക്. നേരെ കൊണ്ട് നിർത്ത്. ഇനി അടുത്ത ഹൈമയുടെ കണ്ണ് കേട്ടോ. അയ്യോ നീലു, എന്റെ കൺമഷി വളരും. കൺമഷിയൊക്കെ നമുക്ക് പിന്നെ എഴുതാലോ. ഇതൊക്കെ വല്ലപ്പോഴല്ലേ ഉള്ളു. ഓ മൈ ഗോഡ് മിസ്റ്റർ ബാലു. വലിയ വീട്ടിന്റെ മാന നിന്റെ കയ്യിലാണ്. അടിച്ച് പൊളിക്കണം. ധൈര്യത്തിൽ അടിയിലേ പോയി നിൽക്കും. വലിയ വീട്ടിൽ വലിയ വീട്ടിൽ പറ്റിയ കലവാ. അടിക്കണേ. മനുഷ്യ, നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെയാണോ? ചാടിക്കോ. പൊട്ടി കലന്തോ തോണ്ട അവിടെ. അതെ, കുറച്ചുകൂടെ പോയിരുന്നെങ്കിലേ അങ്ങ് പാറകൂടെ പോകായിരുന്നു. അല്ല, ഇനിയിപ്പോ ആര് പൊട്ടിക്കും? ഒരാളുണ്ട്. അത് നീയാ? അതൊക്കെ ഉണ്ട്. ഞാനൊന്നുമല്ല. തരുമോ? പാറ വാടി പിടിക്കേ. നിന്നെ കണ്ട ആളെ അറിഞ്ഞൂടാ. എന്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർടാ. തങ്ങുമറേ. ഓ, അപ്പൊ നമുക്ക് കിരീട ധാരണം നടത്താം. മണവേണ്ട തിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിണ്ടല. സൂപ്പർ ബാലു. അതെ, കിരീടം വെച്ചാൽ സ്ലിപ്പായി പോകില്ലേ? മുസൈക്ക് തലയാണ്. കുഴപ്പമില്ലല്ലോ. ഒന്ന് കുറെ വീടെ കൈയടിക്കുക ചെയ്യും. ഒന്ന് നാലുകൂടി മുറിക്കാലോ.
അത് വേണ ഓണത്തിനല്ലേ മുറുക്കണോ എല്ലാവരും എപ്പോ മുറുക്കാൻ വേണ്ട ബാലു ശീലില്ലാത്തല്ലേ. ഇങ്ങനെയൊക്കെ ശീലിക്കണേ മതി അല്ല ഓണത്തിന്റെ പതിവല്ലേ ആയിക്കോട്ടെ. ചുട്ടൊക്കെ സൂപ്പർ ആവൂല്ലേ? ശരി ഒരുപാട് സാധനം ഇവിടെ ഉണ്ടല്ലേ? കൈമോഴിക്ക് മുഴുകാൻ കൊടുത്തൊരു പ്രശ്നമൊന്നുമില്ലല്ലോ. ഓ എന്ത് പ്രശ്നം, ഒരു തവണയൊക്കെയല്ലേ, നോ പ്രോബ്ലം, ക്യാരി ഓൺ. ആദ്യമായിട്ടുണ്ട് തല ഇറങ്ങണേ, ആദ്യം ചെറുതായിട്ടല്ലേ ഇറങ്ങുള്ളൂ. ചെറുതായിട്ട് കുഴപ്പമില്ല, ആദ്യമായിട്ട് കൊള്ളം കൊണ്ടുള്ളൂ. കണ്ട് 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 തുണിയൊക്കെ പുറത്തിറക്കണേ. എന്താ അച്ഛാ ഒന്നുമില്ല അച്ഛാ, ഓണമല്ലേ ഞാൻ മുറുക്കാൻ കൊടുത്ത് പാക്ക് ചോദിക്കാണ് തലക്ക് പിടിച്ച്. ഒരിക്കൽ രണ്ടുപേരും വീഴണമല്ലോ. ഹാപ്പി ഓണം. ഒന്നാ മോനെ അടിച്ച് കറങ്ങിട്ട് ഇരിക്കുന്നത്.